ഗുഡ് മോർണിംഗ്. എന്നത്തെയും പോലെ നമുക്ക് കടുപ്പത്തിൽ മധുരം കൂട്ടിയൊരു ചായ തന്നെ തുടങ്ങാം അല്ലേ? വായോ ചായ കുടിക്കാം. ചായ കുടിക്കുന്ന സമയം കൊണ്ട് ബീഫ് ഇവിടെ നിന്ന് വേവട്ടെ കേട്ടോ കുക്കറിൽ. മ്യൂസിക്കൊക്കെ കേട്ട് എന്നത്തെയും പോലെ നമുക്ക് കിച്ചണിലോട്ട് കയറാം. ഡി ജെ കേട്ടോണ്ട് പാത്രം തേക്കാൻ എളുപ്പമാണ്. പാത്രം തേച്ച് കഴിയുന്ന സമയം അറിയില്ല. ബീഫിനെന്താ വിസിൽ വരാത്തേന്ന് കുറേ നേരം കൊണ്ട് നോക്കുക. ഇതെന്തത് നോർമൽ ബീഫ് തന്നെയല്ലേ? അത് പറഞ്ഞപ്പോഴാ ഇപ്പോൾ വെളിച്ചെണ്ണയുടെ വിലയൊക്കെ നിങ്ങൾ കണ്ടോ ഗൈസ്? 400 രൂപ കേട്ടോ മാർക്കറ്റ് പ്ലേസ്. ശബരിയുടേതിന് കുറച്ച് റേറ്റ് കുറവുണ്ട്. ഇതാട്ടോ ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന പാത്രം തേക്കുന്ന മീൻസ് ഡിഷ് വാഷ് ലിക്വിഡ് ഇതാട്ടോ. ഈ ഒരു ബ്രാൻഡ് മാത്രമേ ഞാൻ യൂസ് ചെയ്യുള്ളൂ. അത് ഈ കളർ എക്സോയുടെ ഈ ഓറഞ്ച് കളർ ലിക്വിഡാണ് എൻ്റെ ഫേവറേറ്റ്. അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ദേ നമ്മുടെ കുക്കർ വിസിലടിച്ചിരിക്കുന്നു. അപ്പോൾ പിന്നെ നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. സവോളയും കറിവേപ്പിലയും പച്ചമുളകൊക്കെ എടുത്ത് വെച്ചേക്കുവാണ് നുറുക്കാൻ വേണ്ടിയിട്ട്. കുഞ്ഞുള്ളി പൊളിക്കാൻ മടിയായോണ്ട് കേട്ടോ ഫുള്ള് സവാള തന്നെ എടുത്തേക്കുന്നേ. നമ്മൾ കറിവേപ്പില ഒരു പാത്രത്തിലാക്കിയിട്ടേ ഇതുപോലെ ടിഷ്യൂ പേപ്പർ മേളിലിട്ടിട്ട് വെക്കാമെങ്കിൽ കുറേ ദിവസങ്ങളോളം ഫ്രഷ് ആയിട്ടിരുന്നോളും. ഇതൊരു 10 ദിവസത്തോളം ആയ കറി ലീവ്സാണ് കേട്ടോ. കണ്ടാൽ പറയുമോ? ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കി ഇതുപോലെ ഫ്രീസറിൽ വെക്കാമെങ്കിൽ ഓരോ പീസ് കട്ട് ചെയ്ത് നമുക്ക് കറിക്ക് ചേർക്കാം. ഏത് കറിക്ക് വേണമെങ്കിലും. നമ്മുടെ കറിക്ക് അരിയുന്ന കത്തി ഇതുപോലെ 4 തേപ്പ് ഏതെങ്കിലും കല്ലേ കൊണ്ടിട്ട് തേച്ചാൽ മതി കേട്ടോ. നല്ല മൂർച്ചയാവും. ഉള്ളിയൊക്കെ നല്ല നൈസായിട്ട് സ്ലൈസ് ചെയ്യാൻ പറ്റും. സാധാരണ ഉള്ളിയുടെ മണ്ടയിൽ ഇങ്ങനെ ക്യാമറ വെച്ചിട്ട് മാറ്റുമ്പോൾ ഉള്ളിയെല്ലാം സ്ലൈസ് ആയാണ് വീഡിയോയ്ക്കകത്തൊക്കെ കണ്ടിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ മുട്ടിച്ചിട്ട് അതെന്താ സ്ലൈസ് ആവാത്തേ? സ്വന്തമായിട്ട് ഇന്ന് അരിയേണ്ട ഗതിയാട്ടോ. ഉള്ളിയെല്ലാം അരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതായിരുന്നു ഗൈസ് അവസ്ഥ. കണ്ണെല്ലാം കൂടെ നിറഞ്ഞ് കവിഞ്ഞ് പാവം ഞാൻ. അപ്പോൾ എന്നത്തെയും പോലെ വിറകടുപ്പ് കത്തിച്ചിട്ട് മൺചട്ടിയിൽ നമുക്ക് ബീഫ് കറി ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് ഇവനെ ഒന്ന് കുളിപ്പിച്ചെടുക്കാം. ആകെ പൊടി പിടിച്ച് അപ്പടി അഴുക്കാം, കണ്ടില്ലേ? അങ്ങനെ അവൻ കുളിയും കഴിഞ്ഞ് അടുപ്പിൻ്റെ മേളിൽ കയറാൻ പാകത്തിന് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനിപ്പോൾ കറി വെക്കാൻ തുടങ്ങാം. നമുക്ക് ഈ സവാള ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള അതിൻ്റെ പച്ച മണമൊക്കെ മാറി ഒന്ന് വാടി വരുമ്പോഴാണ് നമുക്ക് മസാലയൊക്കെ ചേർക്കേണ്ടത്. അപ്പോൾ ഈ സവാള പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലേശം ഉപ്പ് ചേർത്ത് വഴറ്റി അതിൻ്റെ ജലാംശം നഷ്ടപ്പെട്ടിട്ട് പെട്ടെന്ന് നമുക്ക് വഴണ്ട് കിട്ടും കേട്ടോ.
തീ നല്ല ആളി കത്തട്ടെ, ഉള്ളി അവിടെ നിന്ന് നന്നായിട്ട് വാടട്ടെ. നമുക്ക് ബീഫ് കറിയുടെ മെയിൻ ഹീറോയെ കൊണ്ടുവരണ്ടേ? ആരെന്നറില്ലേ? നമ്മുടെ തേങ്ങാപ്പോളില്ലാതെ എന്ത് ബീഫ് കറിയല്ലേ. ഉള്ളി ജലാംശം വറ്റി പെട്ടെന്ന് വാടാനുള്ള ടിപ്പ് പറഞ്ഞു, പക്ഷെ ഞാൻ ആ ടിപ്പ് ചെയ്തില്ലായിരുന്നു. ഇതാ ഇപ്പോഴാട്ടോ ആ ഉപ്പിട്ടത്. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതുകൂടെ ചേർത്ത് നമുക്ക് ഒരുമിച്ച് വഴറ്റാട്ടോ. ഇനി നമുക്ക് ബീഫ് കറിയിൽ ബീഫിനോളം പ്രധാനപ്പെട്ടത് ദിവനെ പോളിയെടുക്കാം. ഉമ്മമാരെല്ലാവരും കൂടെ ചേർന്നേ നന്നായിട്ട് വഴണ്ട് വരട്ടെ. നമുക്ക് വൈകിട്ട് ഭട്ടൂരയ്ക്കൊപ്പം തയ്യാറാക്കാനുള്ള ചനാ മസാലയ്ക്കുള്ള കടല വെള്ളത്തിൽ ഇടാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മസാലകളെല്ലാം കൂടെ ചേർക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, വേറെന്താ, കുരുമുളക് പൊടി, ഇതൊക്കെ കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇത്രയും നേരം വഴണ്ട് ക്ഷീണിച്ചതല്ലേ, കുറച്ച് വെള്ളം കൊടുത്തേക്കാം. ലേശം വെള്ളം കൂടെ ഒഴിച്ചിട്ട്, അധികം വേണ്ട കേട്ടോ. നമുക്ക് വേവിച്ച് വെച്ചിരുന്ന ബീഫ് ഇട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഇങ്ങനൊരു സൗകര്യം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ദേ, ചെടിയിൽ നിന്ന് കാന്താരി പറിച്ച് തൊട്ട് താഴെ അരകല്ലേ വെച്ച് അരയ്ക്കുക. ആവശ്യത്തിന് പിച്ചുക അരയ്ക്കുക. എങ്ങനെയുണ്ട്? രസമല്ലേ? ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛൻ ഇന്ന് കിട്ടിയ കൂണാട്ടോ. എനിക്ക് ഈ കൂണുകൾ കണ്ടാലൊന്നും അറിയില്ല അത് കഴിക്കാൻ കൊള്ളാവുന്നതാണോ മോശമാണോന്നൊന്നും. ഇവർക്കൊക്കെ വർഷങ്ങളായിട്ട് കാണുന്നതുകൊണ്ട് കണ്ടാലുടനെ അറിയാമെന്നാണ് പറയുന്നത്. അയ്യത്ത് പണിക്ക് പോയപ്പോൾ രാവിലെ കൊണ്ടുവന്നതാ. ഞാൻ കണ്ടോണ്ടൊന്ന് വാങ്ങിയതാ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ ബ്ലൂ ടീ ഉണ്ടാക്കുന്ന നീല ശംഖുപുഷ്പം. ഇതിൻ്റെ ഡ്രൈ ഫ്ലവറിന് ഭയങ്കര മാർക്കറ്റ് വാല്യൂ ആണ്. നമുക്കിന്ന് കുറച്ച് കറിവേപ്പില കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ. ഒരു വിഷവും അടിക്കാത്ത നല്ല നാടൻ കറിവേപ്പില കേട്ടോ ഇത്. ചെമ്പരത്തിപ്പൂവിൽ ഏറ്റവും വലിയവനായതുകൊണ്ടാവണം ആനച്ചെമ്പരത്തി എന്നാണ് ഇവൻ്റെ പേര്. ഞങ്ങളുടെ ഇവിടങ്ങളിലെ കുടിവെള്ള സ്രോതസ്സ് കാണിച്ചു തരാം കേട്ടോ. ഒന്നുകിൽ അതൊരു കിണറായിരിക്കും, അതല്ലെങ്കിൽ ഇതുപോലെ ഫോറസ്റ്റിൽ അങ്ങ് മലയിൽ കുളം കുത്തി ചെറിയ ചെറിയ കുളങ്ങളുണ്ടാക്കി അതിൽ നിന്ന് വരുന്ന വെള്ളം ദേ ഇതുപോലത്തെ ഓസിട്ട് നമ്മുടെ വീട് വരേക്കും എടുക്കുകയാണ്. വീട്ടിലെ ഉപയോഗശേഷം പ്ലാസ്റ്റിക് കവറുകൾ ഇങ്ങനെ കഴുകി ജനലിലൊരു തുണി ക്ലിപ്പ് വെച്ച് ക്ലിപ്പ് ചെയ്തിടാറുണ്ട് കേട്ടോ. അതിൻ്റെ വെള്ളമൊക്കെ പോയിട്ട് ഉണങ്ങിക്കിടക്കും. ഹരിതകർമ്മത്തിന് കൊടുക്കാനുള്ളതാണേ. നമുക്ക് ആ കിട്ടിയ കറിവേപ്പില മൊത്തം പറിച്ചെടുത്തിട്ടേ കണ്ടെയ്നറിൽ സൂക്ഷിക്കാം. കുറേ ദിവസത്തേക്ക് ഉപയോഗിക്കാമല്ലോ. ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് നാളെ കാണാം കേട്ടോ. ഗുഡ് നൈറ്റ്.